കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഹൈക്കോടതിയുടെ വിമർശനം. ഹർജിയിൽ പൊതുതാൽപര്യം എന്ത് എന്ന് ചോദിച്ച കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് വിമർശിച്ചു. ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുകയോ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയോ ചെയ്തില്ല. നവമി ദിനേശിന്റെ റിപ്പോർട്ട്. കെ ഫോൺ പദ്ധതിയിൽ വൻ അഴിമതി നടന്നുവെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജിയിൽ പൊതുതാൽപര്യം എന്തെന്ന് കോടതി 2019 തീരുമാനത്തെ 2024 ചോദ്യം ചെയ്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. സിഎജി റിപ്പോർട്ട് ലഭിച്ചിട്ട് ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്ന ഹർജിക്കാരൻ അറിയിച്ചതോടെ അതിൽ ലഭിച്ചിട്ട് വന്നാൽ പോരായിരുന്നുവെന്നും കോടതി ചോദിച്ചു. സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വയ്ക്കുകയാണെന്നും അധികാരത്തിലിരിക്കുന്നയാളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റിയെന്നും AI ക്യാമറ പദ്ധതിയിൽ നടപ്പാക്കിയ പോലെയുള്ളൊരു തട്ടിപ്പും അഴിമതിയുമാണ് കെ ഫോൺ പദ്ധതിയിലും ഇടപാടിലുമൊക്കെ നടന്നിരിക്കുന്നതെന്നും ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. പദ്ധതിയുടെ ചിലവ് 1028.28 കോടി രൂപയാണ് ആദ്യം നിശ്ചയിച്ചത്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് ഇതിനെ നടപ്പാക്കുന്ന ഏജൻസിയായി തിരഞ്ഞെടുത്തതെന്നും ഹർജിയിൽ ആരോപിക്കുന്നത്. എന്തായാലും ഈ ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും.